ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫോൺ നമ്പറോ മെയിൽ ഐ ഡിയോ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഫോൺ നമ്പർ വെച്ചാൽ ക്രിയേറ്റ് ചെയ്യണം. ഫോൺ നമ്പർ അടിച്ചിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ വരും, ഒരു കോഡ് അവർ അയച്ചു തരും. അതിപ്പോൾ നമുക്ക് SMS ആയിട്ടോ വാട്സപ്പിലോ വരാം. ഞാനിവിടെ SMS സെലക്ട് ചെയ്തിട്ട് സെൻഡ് കോഡ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ആ ഒരു കോഡ് വന്നിട്ടുണ്ടാവും. ആ കോഡ് വന്നത് ഞാൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ടൈപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. അവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഏത് പേരിലാണ് വേണ്ടതെന്ന് വെച്ചാൽ. അത് രണ്ടും ടൈപ്പ് ചെയ്തിട്ട് നെക്സ്റ്റിൽ കൊടുത്തു കഴിയുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. അതും നമ്മൾ അടിച്ചു കൊടുക്കുക. എന്നിട്ട് പ്രൊഫൈൽ എന്നിട്ട് എല്ലാം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ട് അവർ പെർമിഷൻസ് ചോദിക്കും, നോട്ടിഫിക്കേഷൻ അതിനൊക്കെ. അത് നമുക്ക് അലോ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പേഴ്സൻ്റെ പോലെ ഒരു റൈറ്റ് ബോട്ടമിലായിട്ടുള്ള ഇതുണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഹോം പേജിലെത്തും, നമ്മുടെ മെയിൻ പേജിൽ. അവിടെ ആ 3 ഡോട്ട്സ് പൊക്കത്തുള്ള ആ 3 ലൈൻസ് സെലക്ട് ചെയ്തിട്ട് സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ സെറ്റിങ്സിൽ താഴത്തോട്ട് പോകുമ്പോൾ അക്കൗണ്ട് പ്രൈവസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൽ നമ്മൾ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കണോ പബ്ലിക് ആക്കണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ പ്രൈവറ്റ് അക്കൗണ്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് പ്രൈവറ്റ് ആർക്കും നമ്മുടെ അക്കൗണ്ട് അങ്ങനെ കാണാൻ പറ്റില്ല. നമ്മുടെ ഫോളോവേഴ്സിനല്ലാണ്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കാം. സെർച്ച് ചെയ്യണം, നമുക്ക് ആരെങ്കിലും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണമെന്നാണെങ്കിൽ ആ താഴത്ത് തന്നെ സെർച്ച് ബട്ടൺ ഉണ്ടാവും. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ സെർച്ച് ബാറിൽ പോയി നമുക്ക് ആരുടെ അക്കൗണ്ടാണോ വേണ്ടത് അയാളുടെ പേരോ എന്താണെന്ന് വെച്ചാൽ അടിച്ചു കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു അക്കൗണ്ട് സെർച്ച് ചെയ്തിട്ടുണ്ട്. ആ അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് ഈ ഫോളോ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അവർക്ക് റിക്വസ്റ്റ് അയക്കും. അവരപ്പോൾ ഫോളോ ആയിട്ടുണ്ടാവും. അവർ ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്താലേ നമുക്ക് അവരുടെ ഫോട്ടോസും സ്റ്റോറീസും ഒക്കെ കാണാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ റീൽസ് കാണാനാണെങ്കിൽ തന്നെ താഴത്തെ റീൽസിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, ആ പ്ലസിൻ്റെ ഇപ്പുറത്തായിട്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റീൽസ് കാണാൻ പറ്റും. അത് പബ്ലിക്കായിട്ടുള്ള അക്കൗണ്ട്സ് പോസ്റ്റ് ചെയ്യുന്ന റീൽസ് ആയിരിക്കും നമ്മൾ കാണുന്നത്. ഇനി നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ബാക്കി ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് മെയിൻ പേജിൽ പോയിട്ട് എഡിറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്കപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. അപ്പോൾ എഡിറ്റ് പിക്ചർ എന്നുള്ള ഓപ്ഷനിൽ ചൂസ് ഫ്രം ഗാലറി, നേരത്തെ ഉള്ള ഫോട്ടോ ആണെങ്കിൽ ചൂസ് ഫ്രം ഗാലറി കൊടുത്തിട്ട് അലോ കൊടുക്കുക. ആക്സസ് അലോ ചെയ്ത് കഴിയുമ്പോഴത്തേനും ചൂസ് ഫ്രം ഗാലറിയിൽ പോയിട്ട് നമുക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യുക. ആ ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആയിക്കോളും. അതപ്പോൾ പോസ്റ്റ് ചെയ്യാനും പറ്റും. അങ്ങനെ തന്നെ നമ്മളിടുന്ന പ്രൊഫൈൽ ഫോട്ടോ പോസ്റ്റായിട്ടും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള ഓപ്ഷൻ ഇൻസ്റ്റഗ്രാമിൽ അവൈലബിൾ ആണ്. ഇനി ലോഗ് ഔട്ട് ചെയ്യാനാകുമ്പോൾ സെയിം പ്രൊഫൈലിൽ പോയിട്ട് സെറ്റിങ്സിൽ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ലോഗ് ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് ലോഗ് ഔട്ട്